സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെല്ലിക്ക വെച്ച് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് നെല്ലിക്ക കുരുവില്ലാതെ മുറിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് ഞാൻ 6 വലിയ നെല്ലിക്കയാണ് എടുത്തത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2-3 പച്ചമുളകും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ നെല്ലിക്ക വേവിക്കുമ്പോൾ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. 1 നുള്ള് ജീരകവുമാണ് ഞാൻ എടുത്തത്. ഇത് 3 കൂടി ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്ത തേങ്ങയാണ്. ഇനി എന്താണ് വേണ്ടത് എന്ന് നോക്കാം. ഇനി നെല്ലിക്ക ഒന്ന് തണുത്ത ശേഷം ഒന്ന് ഒതുക്കിയെടുക്കാം. നെല്ലിക്കയായതുകൊണ്ട് ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദായിരുന്നു. നെല്ലിക്ക അധികം അരയണമെന്നില്ല. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ 1 നുള്ള് കടുകിട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇടാം. ഇനി ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നെല്ലിക്ക അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കണം. ജീരകത്തിൻ്റെ പച്ചമണം പോവാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ച ശേഷം ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും.
കാണാനും ഭംഗിയുണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു സ്വാദുള്ള കറിയാണ്. ഇത് വെച്ച് കഴിച്ചാലേ ഇതിൻ്റെ സ്വാദ് അറിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി കഴിക്കണം. നെല്ലിക്ക വളരെയധികം വിറ്റാമിനുള്ള ഒന്നാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ആരും ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. എടുക്കാറാകുമ്പോൾ തുറന്നു നോക്കിയാൽ മതി. അതാണ് നല്ലത്. അപ്പോൾ ഒന്ന് സ്വാദ് കൂടും. നെല്ലിക്ക ആയതുകൊണ്ട് ഇതൊരു സൂപ്പർ പുളിശ്ശേരിയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.